സ്വാഗതം സുഭാഷ് ബാബു. നമ്മൾ ഇപ്പോൾ പങ്കുവെക്കുന്ന വാർത്തകൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. അതായത് കോയമ്പത്തൂർ സ്ഫോടന കേസിലെ ഒന്നാം പ്രതിയുടെ വീട്ടിൽ, കോഴിക്കോട് സ്വദേശിയാണ്, ഭാഷയുടെ വീട്ടിലാണ് NCHDR എന്ന് പറയുന്ന, അല്ലെങ്കിൽ മനുഷ്യാവകാശ സംഘടന എന്ന് അവകാശപ്പെടുന്ന ഒരു സംഘടന. അവർ അവിടെ ആ വീട് സന്ദർശിക്കുന്നു, ബന്ധുക്കളെ സന്ദർശിക്കുന്നു, അവരെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം, കോയമ്പത്തൂർ സ്ഫോടന കേസ് നിരവധി ആളുകൾ മരണപ്പെടുന്ന അല്ലെങ്കിൽ മരണപ്പെട്ട ഒരു സംഭവമാണ്. ആ സ്ഫോടന കേസിലെ, ആ തീവ്രവാദ കേസിലെ ഒന്നാം പ്രതിയുടെ വീട്ടിൽ മനുഷ്യാവകാശ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി എന്ന് പറഞ്ഞ് ഒരു സംഘടന സന്ദർശനം നടത്തുന്നു. ഇതൊക്കെ തന്നെ വളരെ ഗുരുതരമായ ഒരു സാഹചര്യമല്ലേ സംസ്ഥാനത്ത് രൂപപ്പെടുന്നത്? തീർച്ചയായിട്ടും. കാരണം ഇത് ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ആദ്യം മനുഷ്യാവകാശ സംഘടനകൾ കൂടെയാണല്ലോ വളർന്നു വന്നത്. നമുക്കറിയാം 1994-95 കാലങ്ങളിലൊക്കെ നമ്മുടെ ഈ കോഴിക്കോട് കേന്ദ്രീകരിച്ച് ഒരു മനുഷ്യാവകാശ സംഘടന, ഹ്യൂമൻ റൈറ്റ്സ് സംഘടന ഉണ്ടാകുകയും ആ സംഘടന പടിപടിയായിട്ട് മുഴുവനായിട്ട് തീവ്രവാദികൾ ഒരു പ്രത്യേക വിഭാഗത്തിലുള്ള ആളുകൾ കൈയാളുകയും അവർ പ്രത്യേകമായ അതിൽ പറഞ്ഞ ചില ആളുകൾക്ക് സാമ്പത്തിക സഹായം ചെയ്തു കൊടുത്തു എന്നൊക്കെ അന്ന് തന്നെ റിപ്പോർട്ടുകൾ വന്നു. പോലീസ് അതൊക്കെ അന്ന് സ്ഥിരീകരിച്ച് അവരുടെ പല ആളുകളെയും താക്കീത് ചെയ്യുകയൊക്കെ ചെയ്ത് എനിക്ക് തന്നെ നേരിട്ട് അനുഭവമുള്ള കാര്യമാണ്. അപ്പൊ അതിനുശേഷമാണ് പിന്നെ നമ്മളിവിടെ സംബന്ധിച്ച കോഴിക്കോട് പിന്നെ തീവ്ര സ്വഭാവമുള്ള ചില പ്രസ്ഥാനങ്ങളുണ്ടായി. അത് നമ്മുടെ പള്ളികളുടെ തർക്കങ്ങൾ നമ്മൾ ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ളതിനകത്തില് കൊല്ലും കൊലയൊക്കെ നടന്നപ്പോൾ അതിലൊരു തീവ്ര സംഘടന നിങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ കാണുന്നത് ഈ അല്ലുമായി എന്ന് പറയുന്ന ഒരു സംഘടന, ISS എന്ന് പറയുന്ന അബ്ദുൽ നാസർ മദനിയുടെ സംഘടനയെ, അതേ തുടർന്നിട്ട് അല്ലുമായി എന്ന് പറഞ്ഞ കോയമ്പത്തൂരിലെ തീവ്രവാദി സംഘടനകൾ. അത് കാലാന്തരത്തില് ഇതിങ്ങനെ NDF-ഉം ഒറ്റയായി മാറി. അങ്ങനെ അത് ഏകോപിപ്പിച്ച് SDP എന്നുള്ള രീതിയിലേക്ക് വരികയും അതാണ് ഇപ്പം ചെയ്യുന്നത്. അതിപ്പം കോയമ്പത്തൂരെ സംബന്ധിച്ചിടത്തോളം ഈ അല്ലുമായ എന്ന് പറയുന്ന സംഘടനയുടെ രൂപകൽപ്പന ചെയ്ത വ്യക്തി, അതിന് ചുക്കാൻ പിടിച്ച ആളുകളും ഈ സ്ഫോടനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ആളാണ് മരിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചോളം ഇപ്പൊ നിരോധിക്കപ്പെട്ട ഒരു സംഘടനയിലെ അംഗമായിട്ടാണ് അദ്ദേഹം ഈ മരണപ്പെട്ടിരിക്കുന്നത്. ശിക്ഷിക്കപ്പെട്ടിരുന്നതാണ് മരണപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരാളുടെ വീട്ടിലേക്ക് സന്ദർശിക്കുന്നു എന്ന് പറയുമ്പോൾ മനുഷ്യാവകാശത്തിന്റെ പ്രശ്നമൊന്നുമില്ലല്ലോ. മനുഷ്യാവകാശത്തിന് അദ്ദേഹം ജയിലിൽ കിടക്കുന്ന ആളുകൾക്ക് എന്ത് മനുഷ്യാവകാശം? മനുഷ്യാവകാശം ഇല്ലാത്ത ആളുകളാണല്ലോ ജയിലിൽ കിടക്കുന്നത്. അതങ്ങനെ ആക്കി തീർത്ത് അവർ തന്നെയല്ലേ. അപ്പൊ അതുകൊണ്ട് മനുഷ്യാവകാശം എന്നുള്ള അവർ സമ്മതിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഈ തീവ്രവാദ സംഘടനകൾ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചില ഹിഡൻ അജണ്ടകൾ ഉണ്ടാവും എന്നുള്ളത് വ്യക്തമല്ലേ. അപ്പൊ അതുകൊണ്ട് ഇത് ഗൗരവമായിട്ട് തന്നെ കാണേണ്ടതാണ്. പ്രത്യേകിച്ച് അവിടെ സന്ദർശിച്ചു എന്ന് പറയുന്ന വ്യക്തികളും അതുപോലെ തന്നെ ഇതിന് ആസൂത്രണം ചെയ്ത ബുദ്ധി കേന്ദ്രവാദം നമ്മുടെ ഈ അവരുടെ ഫോണുകളും മറ്റു രീതിയിലുള്ള ബന്ധങ്ങളും കേന്ദ്രീകരിച്ച് അന്വേഷിക്കുക, നടപടികളും അനിവാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അത് സെൻട്രൽ ലീഡർഷിപ്പ് മന്ത്രിസഭ ഇത് ഗൗരവമായിട്ട് എടുക്കും തോന്നുന്നു. അന്വേഷണ ഏജൻസികൾ എന്തായാലും ഇത് അന്വേഷിച്ച് നോക്കിയിട്ട് അതിന്റെ യഥാർത്ഥ വ്യക്തികളെ ആരാണ്, അവിടെ തീവ്രവാദ പ്രവർത്തനം ഉണ്ടെങ്കിൽ എന്തായാലും ശരി അവർക്ക് ഒരു ഡീറ്റൻഷൻ ഓർഡർ നമുക്ക് സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കാം എന്നാണ് എൻ്റെ അഭിപ്രായം. വളരെ വ്യക്തമാണ്. NCHDR-ന്റെ പ്രവർത്തനങ്ങൾ പോലും നിരീക്ഷിക്കേണ്ടതാണ്. അവരുടെ പ്രവർത്തനം പോലും സംശയത്തോടു കൂടി കാണണമെന്ന് തന്നെയാണ് റിട്ടയർഡ് SP സുഭാഷ് ബാബു നമ്മളോട് പ്രതികരിച്ചത്.